പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഈ വർഷത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ COVID-19 എന്ന ഒരു പ്രത്യേക മഹാമാരി കാരണം ഒരു വിർച്വൽ ക്ലാസ്സാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ വന്നിരുന്ന് നിങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ക്ലാസ് എടുക്കുന്ന ഒരു അവസരം അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളെ ഞാൻ നേരിട്ട് കാണാതെ എന്നാൽ മനസ്സിൽ കണ്ടുകൊണ്ട് ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യകത, അതിൻ്റെ ഒരു സാഹചര്യം നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷും മലയാളവും സോഷ്യൽ സയൻസും ഒക്കെ നിങ്ങളിതുവരെ കേട്ടിട്ടുണ്ടായിരിക്കും. യൂട്യൂബിലൂടെയാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുന്നത്. നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ടെങ്കിലും നിങ്ങൾ സശ്രദ്ധം ഈ ക്ലാസ്സുകൾ വീക്ഷിക്കുകയും അതുപോലെ ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ തരുന്ന അസൈൻമെൻറ്റുകൾ നിങ്ങൾ നല്ലതുപോലെ ആത്മാർത്ഥമായി ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കെമിസ്ട്രി അധ്യാപകരുടെയും നമ്പറുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾ ആ സംശയ ദൂരീകരണം നടത്തുകയും ചെയ്താൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ കെമിസ്ട്രിയിൽ A+ എന്ന ഗ്രേഡ് നേടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. ആ രീതിയിലായിരിക്കും നമ്മുടെ ഓരോ ക്ലാസ്സുകളും. നമ്മളിപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലെ രസതന്ത്രമാണ്. 10ാം ക്ലാസ്സിൽ 7 അധ്യായങ്ങളാണ് ഉള്ളത്, 2 പുസ്തകങ്ങളിലായി. ഒന്നാമത്തെ ഭാഗം 4 അധ്യായവും 2ാമത്തെ ഭാഗം 3 അധ്യായവുമാണ്. ആദ്യമേ പറയാം, 9ാം ക്ലാസ്സിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ ലളിതമായ ബുദ്ധിമുട്ടില്ലാത്ത പാഠഭാഗങ്ങളാണ് 10ാം ക്ലാസ്സിലുള്ളത്. അതുകൊണ്ട് യാതൊരു ഭയപ്പാടുമില്ലാതെ നിങ്ങൾക്ക് വളരെ രസകരമായി തന്നെ രസതന്ത്രം 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിലിപ്പോൾ മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് മീഡിയത്തിൽ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ സയൻസ് വിഷയങ്ങളിൽ അതൊരു ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് തോന്നുകയില്ല. വിശദീകരണമൊക്കെ മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് മനസ്സിലാവും. ആകെയുള്ളൊരു ബുദ്ധിമുട്ട് പദങ്ങളാണ്, ചില ടേംസുകളാണ്. അത് ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ മലയാളത്തിനോടൊപ്പം തന്നെ അതിൻ്റേതായ ഇംഗ്ലീഷ് പദങ്ങളും കൂടിയും ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കൂടിയും ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ 1ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ 1ാമത്തെ അധ്യായത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞതുപോലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്നുള്ള ഒരു അധ്യായമാണ്. ഇംഗ്ലീഷിൽ അത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് അതിൻ്റെ വാക്ക്. ഇത് രണ്ടും പീരിയോഡിക് ടേബിളും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. വാട്ട് ഈസ് പീരിയോഡിക് ടേബിൾ ആൻഡ് വാട്ട് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദാറ്റ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദി 9th സ്റ്റാൻഡേർഡ്സ്. സോ ദീസ് 2 ടേംസ് ആർ നോട്ട് എ ന്യൂ വൺ. രണ്ടും നിങ്ങൾ പഠിച്ചതാണ്. പീരിയോഡിക് ടേബിൾ എന്താണെന്നൊന്നും പറയാൻ നമുക്ക് വെറുതെ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പീരിയോഡിക് ടേബിൾ എന്താണ്? പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു പട്ടികയാണ്. മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന അറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അറ്റോമിക നമ്പറിൻ്റെ ആരോഹണക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന പട്ടിക. അതിൻ്റെ ഫലമായി മൂലകങ്ങളൊക്കെ സമാന സ്വഭാവമുള്ള മൂലകങ്ങൾ ഒരു ഗ്രൂപ്പിൽ വരുന്ന രൂപത്തിലാണ് ആ ടേബിൾ. So periodic table is a table in which the elements are arranged in the increasing order of atomic number, so that in each group elements having the same properties are arranged. And you have already studied that in the modern periodic table there are 7 periods and 18 groups. ആധുനിക പീരിയോഡിക് ടേബിളിൽ 7 പീരീഡുകളും 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ഒരു ഗ്രൂപ്പിലാണ് കാണുക എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ മൂലകങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ആ മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാം. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? മലയാളത്തിൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ദ മീനിങ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഷെൽ. ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നതാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആറ്റത്തിൽ നിങ്ങൾക്കറിയാം, ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇങ്ങനെ 3 തരം കണങ്ങളുണ്ട്. There are 3 main particles. They are called fundamental particles. Which are they? Proton, electron and neutron.
They are called the fundamental particles. There are some other particles also in the atom. ഒരു ആറ്റത്തിലെ 3 കണികകളാണ്. അതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും ന്യൂട്രോണിന് ചാർജ് ഇല്ലാത്ത കണവുമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരാറ്റത്തിൽ ഇത് എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. ആറ്റത്തിൻ്റെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, കേന്ദ്രഭാഗമുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രോട്ടോണും ന്യൂട്രോണും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണുകൾ നിങ്ങൾ പഠിച്ചത് എന്താണ്? ഇലക്ട്രോണുകൾ ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും വിവിധ ഷെല്ലുകളിലായിട്ടാണ്, ഊർജ്ജ നിലകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. The electrons are arranged in the shell. Shell means what? It is the path of electron. ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന വഴിയാണ്, ആ മാർഗമാണ് എന്ത്? ഷെല്ലുകൾ അഥവാ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അവരെ ഊർജ്ജ നിലകൾ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദ ഇലക്ട്രോൺ ഇൻ ഈച്ച് ഷെൽ ഹാസ് ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത അളവ് ഊർജ്ജമുള്ളത് കൊണ്ട് ഈ ഷെല്ലുകളെ നമ്മൾ ഊർജ്ജ നിലകളെന്നും പറയാറുണ്ട്. ഇനി നിങ്ങൾക്കറിയാം പ്രധാനപ്പെട്ട ഷെല്ലുകൾ കെ, എൽ, എം, എൻ ആ രീതിയിൽ, ഓ, ഇത് ഇങ്ങനെയാണ് ഷെല്ലുകൾക്ക്. ഒക്കെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററാണ്, വലിയ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കെ, എൽ, എം, എൻ എന്നീ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണുകൾ എപ്പോഴും ഊർജം കുറഞ്ഞ ഷെല്ലിൽ നിന്നും ഊർജം കൂടിയ ഷെല്ലുകൾ, ആ രൂപത്തിലാണ്, ആ ക്രമത്തിലാണ് ഒരാറ്റത്തിൽ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനോട് ചേർന്ന് കിടക്കുന്ന ഷെല്ലാണ് ഒന്നാമത്തെ ഷെല്ല് അഥവാ കെ ഷെൽ എന്ന് പറയുന്നത്. സോ കെ ഷെൽ ഈസ് ദ ഫസ്റ്റ് ഷെൽ. അത് കഴിഞ്ഞിട്ടാണ് എൽ ഷെൽ, പിന്നെ എം, എൻ, ആ രീതിയിലാണ് ഷെല്ലുകളുടെ ക്രമീകരണം. ഈ ഒരു ആറ്റത്തിൽ ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ഷെല്ലുകളിലായതുകൊണ്ട് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എന്ന് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇലക്ട്രോണുകളെ നിങ്ങൾ ഈ ഷെല്ലുകളിൽ ക്രമീകരിക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ആറ്റത്തിൻ്റെ ബോർ മോഡലാണ് ഇതുവരെ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ നിയോൺ എന്ന ആറ്റം, ആ ആറ്റത്തിലെ അറ്റോമിക നമ്പർ 10 ആണ്. ദാറ്റ് മീൻസ് ദ അറ്റോമിക് നമ്പർ ഓഫ് നിയോൺ ഈസ് 10. That means there are 10 electrons in the neon atom, and in the diagram it is very clear that how these 10 electrons are arranged. ഈ ചിത്രത്തിൽ ഈ 10 ഇലക്ട്രോണുകളെ, നിയോണിൻ്റെ ആറ്റത്തിലെ ഈ 10 ഇലക്ട്രോണുകളെ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ മനസ്സിലാവും. ഒന്നാമത്തെ ഷെല്ല, പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാണ് ന്യൂക്ലിയസ്. ഇതാണ് കെ ഷെൽ എന്ന് പറയുന്നത്. അതിൽ 2 ഇലക്ട്രോണുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ കെ സമം 2 എന്ന് എഴുതാറുണ്ട്. പിന്നെ 8 ഇലക്ട്രോണുകളാണ് അടുത്ത ഷെല്ലിലുള്ളത്. അതുകൊണ്ട് എൽ സമം 8. കെ ഈസ് ഈക്വൽ ടു 2, എൽ ഈസ് ഈക്വൽ ടു 8. ദിസ് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നിയോൺ ആറ്റം. ഇതാണ് നിയോൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ഇപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അതുപോലെ കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യത്തിന് അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാസ്യം ഈസ് 19. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക സംഖ്യ 19 ആണ്. എങ്ങനെയാണ് ഇലക്ട്രോൺ ക്രമീകരിച്ചിരിക്കുന്നത്? കെ ഷെല്ലായ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നെ 8 ഇലക്ട്രോൺ. മൂന്നാമത്തെ ഷെല്ല് യഥാർത്ഥത്തിൽ എം ഷെല്ലിൽ 18 ഇലക്ട്രോൺ. ഓരോ ഷെല്ലുകളിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കറിയാം, പരമാവധി കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ഈച്ച് ഷെൽ ഈസ് ഇൻ ദിസ് വേ. കെ ഹാസ് 2 ഇലക്ട്രോൺ, എൽ മാക്സിമം 8 ഇലക്ട്രോൺ, എം 18 ആൻഡ് എൻ 32. ദാറ്റ് യു ആൾറെഡി സ്റ്റഡീഡ്. ഇപ്പം ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ എം ഷെല്ലിന് നമുക്ക് ഇറ്റ് ഹാസ് ദ കപ്പാസിറ്റി ടു അക്കോമഡേറ്റ് 18 ഇലക്ട്രോൺസ്. 18 ഇലക്ട്രോണിനെ കൊള്ളാനുള്ള കഴിവുണ്ടെങ്കിലും നമ്മൾ 9ാം ക്ലാസ്സിൽ 8 ഇലക്ട്രോണുകൾ അവിടെ എഴുതി. 9 ഇലക്ട്രോണിലെ 8 ഇലക്ട്രോൺ അവിടെ എഴുതി, പിന്നെ 1 ഇലക്ട്രോൺ അപ്പുറത്തേക്ക് എഴുതുകയാണ് ചെയ്തത്. അതിന് നമ്മളന്ന് പറഞ്ഞിരുന്നൊരു കാര്യം, അവസാനത്തെ ഷെല്ല്, ദ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതൊരാറ്റത്തിൻ്റെയും അവസാനത്തെ ഷെല്ല്, ദാറ്റ് ഈസ് കാൾഡ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതിലെപ്പോഴും മാക്സിമം 8 ഇലക്ട്രോൺ ഉൾക്കൊള്ളാനേ അല്ലെങ്കിൽ നിലനിർത്താനേ ആറ്റം ശ്രമിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ അത് നമുക്ക് അന്ന് അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ബോർ മോഡൽ എന്ന രീതിയിലാണ് അന്ന് ആറ്റത്തെക്കുറിച്ച് പഠിച്ചത്. ഇപ്പം നമ്മളിവിടെ കുറച്ചും കൂടി വിശദമായിട്ട് ആറ്റത്തിൻ്റെ ഉള്ളറകളെ കുറിച്ചുള്ള പഠനം കുറച്ചും കൂടി വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 8 ഇലക്ട്രോൺ ഇവിടെ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകും. അപ്പോൾ ഒന്നും ചുരുക്കത്തിൽ നമ്മൾ അന്ന് ഇപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് പൊട്ടാസ്യം നമ്മൾ എഴുതൽ. അപ്പോൾ അങ്ങനെയാണ് കെ ഈസ് ഈക്വൽ ടു 2, എൽ ഈസ് ഈക്വൽ ടു 8, എം ഈസ് ഈക്വൽ ടു 8 ആൻഡ് എൻ ഈസ് ഈക്വൽ ടു 1. കെ സമം 2, എൽ സമം 8, എം സമം 8, എൻ സമം 1. ഇതാണ് ഇലക്ട്രോണിക് വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആരുടെ? പൊട്ടാസ്യത്തിൻ്റെ. ഈ രീതിയിൽ ഇലക്ട്രോണുകളുടെ ക്രമീകരണം അഥവാ വിന്യാസമാണ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, ഇതിപ്പോൾ ഏതൊരു ആറ്റത്തിൻ്റെയും ന്യൂക്ലിയസിൽ നിന്ന് അകന്ന് പോകുമ്പോൾ ഇലക്ട്രോണുകൾ
അകന്നകന്ന് പോകുമ്പോൾ, അതായത് ഓരോ ഷെല്ലുകളിലുമുള്ള ഇലക്ട്രോണുകളുടെ ഊർജ്ജത്തിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന ഇലക്ട്രോൺ, ദ ഇലക്ട്രോൺ വിച്ച് ഈസ് വെരി നിയർ ടു ദ ന്യൂക്ലിയസ് ഹാസ് ലീസ്റ്റ് എനർജി. ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന ഇലക്ട്രോൺ ആയിരിക്കും എനർജി അഥവാ ഊർജ്ജം കുറവ്. അകലം, ദൂരം കൂടുമ്പോൾ, ന്യൂക്ലിയസിൽ നിന്ന് അകലും, when the distance increases from the nucleus, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ the energy also increases. ആ രീതിയിലാണ് ആറ്റത്തിൽ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനി ആറ്റം, ഏതൊരു ആറ്റത്തിലും the outermost electron has maximum energy. outermost electron, ഏറ്റവും പുറത്തുള്ള ബാഹ്യ ഇലക്ട്രോണിനാണ് എനർജി ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ രീതിയിലാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഭാഗത്തിലേക്ക്, ഇതുവരെ നമ്മൾ 9ാം ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ, 10ാം ക്ലാസ്സിൽ തന്നെ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ബ്രഷപ്പ് ചെയ്തതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ഷെല്ലുകൾ ആൻഡ് ദെയർ കാൾഡ് എനർജി ലെവൽസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ എല്ലാം ഒരേ ഊർജത്തിലല്ല ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പിന്നീടുള്ള പഠനങ്ങൾ തെളിയിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം എൽ ഷെൽ, അതിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 8 ഇലക്ട്രോണുകളും ഒരേ എനർജി അഥവാ ഊർജ നിലയിലല്ല സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് പിന്നീട് പഠിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകൾക്ക് തന്നെ വ്യത്യസ്ത ഊർജ നിലകളുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഷെല്ലിലും ഈച്ച് ഷെൽ ഹാസ് സബ് ഷെൽസ്, ഓരോ ഷെല്ലിലും ഉപ ഊർജ നിലകൾ ഉണ്ട്. ഉപ ഊർജ നിലകൾ ആൻഡ് ദേ ആർ കാൾഡ് സബ് ഷെൽ. എന്ന് പറഞ്ഞാൽ ഒരു ഷെല്ലിൽ തന്നെ ഇലക്ട്രോണുകൾ വ്യത്യസ്ത ഊർജ നിലയിലാണ് സഞ്ചരിക്കുന്നത്. ആൻഡ് ദേ ആർ കാൾഡ് സബ് ഷെൽ. കുറച്ചും കൂടി ലളിതമായി പറഞ്ഞാൽ, ഈ സബ് ഷെല്ലുകൾ ചേർന്നതാണ് ഷെല്ല്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം വരും. നാച്ചുറലി there may be a doubt. We know the name of shells, K, L, M, N, so on, O, etc. So നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന സംശയം, which are the subshells? ഈ സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ്? സബ്ഷെല്ലുകളെയും നമ്മൾ സബ്ഷെൽ അഥവാ ഉപ ഊർജ നിലകൾ, ഈ സബ്ഷെല്ലുകളെയും നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിന് നമ്മൾ സ്മാൾ ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. സബ്ഷെല്ലുകൾ പ്രധാനമായും 4 തരത്തിലുള്ള സബ്ഷെല്ലുകളാണ്. ആൻഡ് ദേ ആർ എസ് സബ്ഷെൽ, പി സബ്ഷെൽ, ഡി സബ്ഷെൽ ആൻഡ് എഫ് സബ്ഷെൽ. ദ നെയിം ഓഫ് സബ്ഷെൽസ് ആർ ലൈക്ക് ദിസ്. ദർ ആർ 4 സബ്ഷെൽസ്, വെരി ക്ലിയർ. എസ്, പി, ഡി ആൻഡ് എഫ്. ഇതൊക്കെ സത്യത്തിൽ ചില വാക്കുകളുടെ ആദ്യാക്ഷരങ്ങളാണ്. അതൊക്കെ നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ പഠിക്കും. സബ്ഷെല്ലുകളുടെ ഈ പേരുകൾ കൊടുത്തിരിക്കുന്നത് ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂസ്, ഫണ്ടമെന്റൽ, ഈ വാക്കുകളുടെയൊക്കെ അതൊക്കെ സത്യത്തിൽ സ്പെക്ട്രത്തിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ്. ദാറ്റ് യു വിൽ കം ടു ലേൺ ഇൻ ദി ഹയർ ക്ലാസ്സസ്. ഓക്കെ, ഇപ്പം നിങ്ങൾ 10ാം ക്ലാസ്സിൽ, ആസ് ഫാർ ആസ് 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആർ കൺസേൺഡ്, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓർ യു മസ്റ്റ് നോ ദ നെയിം ഓഫ് സബ്ഷെൽസ് ആർ എസ്, പി, ഡി, എഫ്. അപ്പം ഇത്തരത്തിലുള്ള സബ്ഷെല്ലുകളാണ് ഷെല്ലുകളിൽ ഉള്ളത്. അപ്പം ആ ഭാഗം ക്ലിയറായി. അടുത്ത നിങ്ങളുടെ മുന്നിൽ വരുന്നൊരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ സബ്ഷെല്ലുകൾ, 4 സബ്ഷെല്ലുകൾ ഉണ്ടല്ലോ, ഈ സബ്ഷെല്ലുകൾ, ഈ 4 സബ്ഷെല്ലുകളും എല്ലാ ഷെല്ലുകളിലും ഉണ്ടോ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാ ഷെല്ലുകളിലും ഒരേ എണ്ണം സബ്ഷെല്ലുകളല്ല ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഓരോ ഷെല്ലുകളിലും എത്ര സബ്ഷെല്ലുകളുണ്ട്? 4 തരം സബ്ഷെല്ലുകളാണുള്ളത്. എസ്, പി, ഡി, എഫ്. ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ്ഷെല്ലുകളാണുള്ളത് എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. കെ ഷെൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഷെൽ, ഒന്നാമത്തെ ഷെല്ലാണ്. ദെർഫോർ ഇറ്റ് ഹാസ് ഓൺലി 1 സബ്ഷെൽ, അത് എസ് ആണ്. എസ് സബ്ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോൺ, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദി എസ് സബ്ഷെൽ ഈസ് 2. അതുകൊണ്ടാണ് നമ്മൾ ഈ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ കൊള്ളുന്നു എന്ന് പറയുന്നത്. അടുത്ത ഷെല്ലെന്ന് പറയുന്നത് എൽ ഷെല്ലാണ്. എൽ ഷെൽ ഈസ് ദ സെക്കൻഡ് ഷെൽ, രണ്ടാമത്തെ ഷെല്ലാണ്. ദെർഫോർ ഇറ്റ് ഹാസ് 2 സബ്ഷെൽസ്. അതുകൊണ്ട് 2 സബ്ഷെല്ലുകൾ അതിനുണ്ട്. ഏതൊക്കെയാണ്? ഒരു എസ് സബ്ഷെല്ലും ഒരു പി സബ്ഷെല്ലും. അപ്പം അതായത് എസ് സബ്ഷെല്ലും പി സബ്ഷെല്ലും ചേർന്നതാണ് എൽ എന്ന ഷെല്ല്. അപ്പം ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സബ്ഷെല്ലുകൾ ചേർന്നതാണ് ഷെല്ല്. വിവിധ ഉപ ഊർജ നിലകൾ ചേർന്നതാണ് ഒരു മുഖ്യ ഊർജ നില എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞു,
കെ ഷെല്ലിലെ എസ് സബ് ഷെല്ലിന് 2 ഇലക്ട്രോൺ കൊള്ളൂ എന്ന് ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇത് എല്ലാ എസ് സബ് ഷെല്ലുകൾക്കും ഇത് ബാധകമാണ്. എല്ലാ എസ് സബ് ഷെല്ലുകളിലും 2 ഇലക്ട്രോൺ മാത്രമേ കൊള്ളുകയുള്ളൂ. മാക്സിമം 1 ഇലക്ട്രോൺ ആവാം, മാക്സിമം 2 ആവാം. ഒരിക്കലും 2ൽ കൂടുതൽ ഇലക്ട്രോണുകൾ എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുകയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എൽ ഷെല്ലിന്റെ എസ് സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺ കൊള്ളും? 2 ഇലക്ട്രോൺ കൊള്ളും. നമുക്കറിയാം എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? ശരിക്കും എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺ. അപ്പോൾ ആ 8 ഇലക്ട്രോണിൽ 2 ഇലക്ട്രോൺ എസ് സബ് ഷെല്ലിലാണ്. അപ്പോൾ പി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? 6 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പി എന്ന് പറയുന്ന സബ് ഷെല്ലിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് 6. ദർ ആർ 6 ഇലക്ട്രോൺസ് ഇൻ ദി പി സബ് ഷെൽ. അപ്പോൾ ആ എസ് സബ് ഷെല്ലിലെ 2ഉം പി സബ് ഷെല്ലിലെ 6 ഇലക്ട്രോണും ചേർന്നതാണ് 8. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യം, നേരത്തെ നമ്മൾ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ പഠിച്ചു. 8 ഇലക്ട്രോണുകൾ കറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോഴത് ശരിയാണ്. പക്ഷെ ആ 8 ഇലക്ട്രോണുകളെല്ലാം ഒരേ ഊർജ നിലയിൽ അല്ല സഞ്ചരിക്കുന്നത്. അതിൽ 2 ഇലക്ട്രോൺ അതിൽ തന്നെ വേറൊരു ഊർജ നിലയിലും 6 ഇലക്ട്രോൺ വേറൊരു ഊർജ നിലയിലുമാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. Now next shell is M shell. It is a third shell. മൂന്നാമത്തെ ഷെല്ലാണ്. And you know the maximum number of electrons in M shell is 18. മൂന്നാമത്തെ ഷെല്ലായ എം ഷെല്ലിൽ 3 സബ് ഷെല്ലുകളുണ്ട്. കെ ഷെല്ലിൽ 1 സബ് ഷെല്ല് എസ്, എല്ലിൽ 2 സബ് ഷെല്ല് എസ്, പി. ഇൻ ദ കേസ് ഓഫ് എം ഷെല്ലിൽ 3 സബ് ഷെല്ലുകളാണുള്ളത്. അത് ഒന്ന് എസ്, പി, പിന്നെ മൂന്നാമത്തെ സബ് ഷെല്ലായ ഡിയും. So there are 3 sub shell SPD in the M shell. And നിങ്ങൾക്കറിയാം എസ് സബ് ഷെൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? നമുക്കറിയാം എല്ലാ എസിലും 2 ഇലക്ട്രോണേ കൊള്ളുകയുള്ളൂ. പി നമ്മളിപ്പോൾ അവിടെ പഠിച്ചു, പിയിൽ 6 ഇലക്ട്രോൺ കൊള്ളും. അപ്പോൾ 2ഉം 6ഉം 8. നമുക്കറിയാം എം ഷെല്ലിൽ പരമാവധി 18 ഇലക്ട്രോൺ കൊള്ളും. അപ്പോൾ അതിൽ നിന്നും ഡി സബ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൊള്ളും? 2ഉം 6ഉം 8, പിന്നെ 18ലേക്ക് 10 ഇലക്ട്രോൺ. അതിൻ്റെ അർത്ഥം the maximum number of electron in the D subshell is 10. 10 ഇലക്ട്രോണുകളാണ് ഡി സബ് ഷെല്ലിൽ പരമാവധി കൊള്ളുക. അപ്പോൾ ഈ മൂന്നാമത്തെ ഷെല്ലിലെ 18 ഇലക്ട്രോണുകൾ 3 വ്യത്യസ്ത ഊർജ നിലകളിലായിരിക്കും സഞ്ചരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. 2 electrons in the S subshell, 6 electrons in the P subshell, and 10 electrons in the D subshell. And next shell is, fourth shell is what? N shell. N shell എന്ന് പറയുന്നത് fourth shell ആണ്. It has 4 subshells. Which are they? S, P, D and F. ഇങ്ങനെ 4 സബ് ഷെല്ലുകൾ, 4 ഊർജ നിലകൾ, ഉപ ഊർജ നിലകൾ ചേർന്നതാണ് N എന്ന മുഖ്യ ഊർജ നില, ഈ ഷെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയാം എസിൽ എത്ര ഇലക്ട്രോൺ? ഹൗ മെനി ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. പിയിൽ 6, ഡി ഇപ്പം നമ്മൾ പറഞ്ഞു 10. 10ഉം 6ഉം 16ഉം 2ഉം 18 ഇലക്ട്രോണായി. നമുക്കറിയാം എൻ ഷെൽ എന്ന് പറയുന്ന നാലാമത്തെ ഷെല്ലിൽ 32 ഇലക്ട്രോണുകൾ കൊള്ളും. ദാറ്റ് മീൻസ് ഇൻ ദി എഫ് സബ് ഷെൽ, ഇപ്പോൾ ഇവിടെ 18 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 32ലേക്ക് ഇനി എത്ര ഇലക്ട്രോൺ വേണം? 14 ഇലക്ട്രോൺ വേണം. അതിൻ്റെ അർത്ഥം ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി എഫ് സബ് ഷെൽ ഈസ് 40. ഈ രീതിയിലാണ് ഷെല്ലുകളിൽ സബ് ഷെല്ലുകളുടെ ക്രമീകരണവും ആ സബ് ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഒന്നുകൂടി പറയാം, ഇതിപ്പോൾ ഷെല്ലുകൾ, ഇപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എങ്ങനെയാണ്? ആദ്യം ഷെല്ലുകൾ നിങ്ങൾക്ക് ആദ്യം അറിയുന്നതാണ്. ഇപ്പം നിങ്ങൾ പുതുതായി പഠിപ്പിച്ചത് ഓരോ ഷെല്ലിലും ഏതൊക്കെ സബ് ഷെല്ലുകളുണ്ട്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സബ് ഷെല്ലുകൾ. എസ്, പി, ഡി, എഫ്. ഇനി സബ് ഷെല്ലുകളില്ല. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അടുത്ത സബ് ഷെല്ല് അടുത്ത ഷെല്ല് ഓ ഷെല്ലിൽ ഇനി എത്ര സബ് ഷെല്ല് ഉണ്ടാവും എന്നൊക്കെ ഒരു സംശയം നിങ്ങൾക്ക് വരാം. 5ാമത്തെ ഷെല്ലിൽ 5. അങ്ങനെയല്ല, ഇത് പഠിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ 4 സബ് ഷെല്ലുകളെ നിലവിലുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 4 സബ് ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകൾ, സഞ്ചരിക്കുന്ന ഇലക്ട്രോണുകളുള്ള ആറ്റങ്ങളെ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. ആ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളെ സബ് ഷെല്ലുകൾ എസ്, പി, ഡി, എഫ് ഇതാദ്യം പഠിച്ചു വയ്ക്കാം. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഈ ഓരോ സബ് ഷെല്ലും ഹൗ മെനി ഇലക്ട്രോൺസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഈച്ച് സബ് ഷെൽ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ. ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോണുകൾ പരമാവധി കൊള്ളുമെന്ന് നിങ്ങൾ ബൈഹാർട്ടായി പഠിക്കണം. എസിൽ 2 ഇലക്ട്രോൺ. നേരത്തെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32 എന്ന് പഠിച്ചതുപോലെ ഇപ്പം നിങ്ങൾ ഓരോ സബ് ഷെല്ല് കണ്ടാലും എത്ര ഇലക്ട്രോൺ? എസിൽ 2,
പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14. അടുത്തത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട എന്താണ്? ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകളുടെ എണ്ണം എത്ര? അതും എളുപ്പമാണ്. ഒന്നാമത്തെ ഷെല്ലിൽ 1 സബ് ഷെല്ല്, ഇത്രേ സാധാരണ വരാറുള്ളൂ. രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ല്, നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ല്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യത്തിലേക്ക് പോകുന്നത്, അപ്പം ഇതിൽ നിന്നും വരുന്ന ചില കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളെ ഓർത്തിരിക്കേണ്ട ചില ചെറിയ ചെറിയ ചോദ്യങ്ങൾ കൂടി ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് വരുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പം എന്തൊക്കെ ചോദിക്കാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് സബ് ഷെൽ ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ ദ ഷെൽസ്? എല്ലാ ഷെല്ലുകളിലുമുള്ള സബ് ഷെല്ല് ഏതാണ്? എസ് സബ് ഷെല്ലാണ്. ബിക്കോസ് പി എന്ന് പറയുന്ന സബ് ഷെല്ല് ഒന്നാമത്തെ ഷെല്ലിലില്ല. എസ് സബ് ഷെൽ ഈസ് പ്രസന്റ് ഇൻ ഓൾ ഷെൽ. ആ രീതിയിൽ ചോദ്യം വരാം. അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എസ്സിൽ 3 വെദർ ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം തെറ്റാണ്, കാരണം മാക്സിമം 2 ഇലക്ട്രോൺ ആണ്. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിൽ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ പഠിച്ചത് ഇലക്ട്രോൺ വിന്യാസം മീൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷെല്ലുകളിലായിരുന്നു. നേരത്തെ നമ്മളിവിടെ പഠിച്ചു 2, 8, 8, 1 പൊട്ടാസ്യത്തിൻ്റെ ഒക്കെ പറഞ്ഞു. എന്നാൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അത് സബ്ഷെൽ ക്രമത്തിൽ എഴുതണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അത് പറഞ്ഞിട്ടില്ലെങ്കിലും ആ രീതിയിലാണ്. അതായത് സിമ്പിളാണ്. അതായത് ഷെല്ലുകളിൽ പറയുന്നതിന് പകരം ഒരു ആറ്റത്തിലെ 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ 10 ഇലക്ട്രോൺ ഏതൊക്കെ സബ് ഷെല്ലുകളിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ എഴുതേണ്ടി വരും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കൂ. ഇപ്പം എസ് സബ് ഷെൽ, ഇതൊരു എസ് സബ് ഷെല്ല്, ഇതൊരു എസ് സബ് ഷെല്ല്, ഇതൊരു എസ് സബ് ഷെല്ല്. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാം ഈ എസ് സബ് ഷെൽ എന്ന് പറയുന്നത് കെയുടേതും ഇത് എല്ലിൻ്റെയും ഇത് എമ്മിൻ്റെയും ഒക്കെയാണെന്ന് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ സബ് ഷെല്ലുകളെ ഡിനോട്ട് ചെയ്യാൻ, ഐഡൻറ്റിഫൈ ചെയ്യാൻ, നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എഴുതുന്നൊരു രീതിയാണ് ഇനി നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതായത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരു സ്കൂൾ നിങ്ങൾ എ ഡിവിഷൻ കുറേ കുട്ടികളെ വിളിച്ച് നിങ്ങൾ ഏത് ഡിവിഷനാണ്? ഞാൻ എ ആണ്. വേറെ കുട്ടി എ ആണ്, ആ കുട്ടി എ ആണ്. പക്ഷേ ഒരു കുട്ടി 1ാം ക്ലാസ് എയിലും മറ്റേ കുട്ടി 2ാം ക്ലാസ് എയിലും വേറൊരു കുട്ടി 3ാം ക്ലാസ് എയിലും ആയിരിക്കും. അതേപോലെ ഇവിടെ നമ്മളൊരു എസ് സബ് ഷെൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് എസ് സബ് ഷെൽ, കെയുടേതാണോ എല്ലിൻ്റെ ആണോ എമ്മിൻ്റെ ആണോ, അത് നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി, നമ്മൾ കെയുടെ എസിന് കെ എസ് എന്ന് പറയുന്നതിന് പകരം ബിക്കോസ് 2 ലെറ്റേഴ്സ് ഒഴിവാക്കി കെ നിങ്ങൾക്കറിയാം ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഷെൽ. ദെയർഫോർ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് കെ നമ്മൾ കെ എന്ന് എഴുതുന്നതിന് പകരം 1 എന്ന് എഴുതും ഫസ്റ്റ്. അതിൻ്റെ സബ് ഷെല്ലാണ് എസ്. സോ ദിസ് ഈസ് റെഡ് ആസ് 1s. ഈ രീതിയിലാണ് വായിക്കുന്നത് 1s. ഇപ്പോഴേ ഓർത്ത് പോവുക, ഈ 1 എന്ന് പറയുന്നത് കെ ഷെല്ലാണ്, 1ാമത്തെ ഷെല്ല്. അപ്പോൾ ഷെല്ലിൻ്റെ നമ്പറാണ് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ സബ് ഷെല്ലാണ് റൈറ്റ് സൈഡിൽ. വെരി സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്തായിരിക്കും? ഈ എസ് ആരുടെ എസ് ആണ്? 2ാമത്തെ ഷെല്ലിൻ്റെ എസ് ആണ്. ദെയർഫോർ ദിസ് എസ് ഈസ് റിട്ടൺ ലൈക്ക് ദിസ് 2s. ദിസ് ഈസ് 2s. 2 മീൻസ് സെക്കൻഡ് ഷെൽ. സോ വാട്ട് ഈസ് ഇറ്റ്? ഇതെന്തായിരിക്കും? നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് 1p എന്ന് പറയാനുള്ളൊരു പ്രവണത ഉണ്ടാകും. കാരണം ആദ്യത്തെ പി എന്നല്ല, ഈ പി ആരുടെ പി ആണ്? ഈ പി സബ് ഷെൽ എന്ന് പറയുന്നത് എൽ ഷെല്ലിൻ്റെയാണ്. ഇത് പി സബ് ഷെൽ ഈസ് പ്രസന്റ് ഇൻ ദി എൽ ഷെൽ ആൻഡ് വിച്ച് ഈസ് എൽ ഷെൽ? സെക്കൻഡ് ഷെൽ. അതുകൊണ്ട് നമ്മൾ ഈ പിയെ നമ്മൾ 2p എന്നാണ് പറയുക. 2 മീൻസ് സെക്കൻഡ് ഷെൽ. അപ്പോൾ സെക്കൻഡ് ഷെല്ലിന് 2, ഇപ്പോൾ 2s 2p, 2s 2p, ആ രീതിയിലാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് മലയാളം മീഡിയം ആണെങ്കിലും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇതെന്തായിരിക്കും? ഈ എസ് ആരുടേതാണ്? 3rd ഷെല്ലായ എം ഷെല്ലിൻ്റെയാണ്. സോ ദിസ് ഈസ് 3s. ആൻഡ് വാട്ട് ഈസ് ദിസ്? 3p. ആൻഡ് വാട്ട് ഈസ് ദിസ്? 3d. സിമിലർലി അതുപോലെ വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് 4s, 4p, 4d, 4f. ഈ രീതിയിലാണ് ഷെല്ലുകളെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. ഷെല്ലുകളെയല്ല, സബ് ഷെല്ലുകളെ. അപ്പോൾ ഇത് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു ബുദ്ധിമുട്ടില്ല, വളരെ പെട്ടെന്ന് മനസ്സിലാവും. 1s, 2s, 2p, 3s, 3p, 3d, 4s ലൈക്ക് ദാറ്റ്. അതേപോലെയാണ്. അപ്പോൾ 3s എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഷെല്ലിൻ്റെ എസ് ആണ്. ഇനി നമ്മൾ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ ഈ രൂപത്തിലായിരിക്കും എഴുതാൻ പോകുന്നത്. ഒരാറ്റത്തിൽ 10 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ 10 ഇലക്ട്രോണുകളിൽ 10 ഇലക്ട്രോൺ ഏതൊക്കെ സബ് ഷെൽ, 1ാമത്തെ എസ്സിലുണ്ടോ 2ാമത്തെ എസ്സിലുണ്ടോ, ഈ രൂപത്തിൽ എഴുതാനാണ് നിങ്ങളിനി ശ്രമിക്കേണ്ടത്.
അപ്പോൾ അതറിയണമെങ്കിൽ നേരത്തെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ആറ്റം ഓർ ഫിൽഡ് ഇൻ ദി ആറ്റം ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് എനർജി. ആറ്റങ്ങളുടെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് സബ്ഷെല്ലുകളിലും ഇലക്ട്രോണുകൾ വന്നു ചേരുന്നത്. ജസ്റ്റ് ലൈക്ക് ഷെല്ലുകളിലെ പോലെ തന്നെ. അപ്പം നമുക്ക് ഈ സബ്ഷെല്ലുകളുടെ ആ ഊർജ നിലകളെക്കുറിച്ച്, അതിൻ്റെ ഊർജക്രമത്തെക്കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടാവണം. വളരെ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും. നമുക്കറിയാം, നമ്മളൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഈ സബ്ഷെല്ലുകൾ ഊർജ നിലകളാണല്ലോ, ഉപ ഊർജ നിലകളാണ്. അപ്പം അതിൽ തന്നെ ഒരു ആറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ആണെങ്കിൽ, ഒരു ആറ്റത്തിന് ഒരു ഇലക്ട്രോണേ ഉള്ളൂവെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ എപ്പോഴും പോകുന്നത് ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന സബ്ഷെല്ലാണ്. ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന സബ്ഷെൽ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന ഷെല്ലിലെ സബ്ഷെല്ലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഈ 1s-നാണ് ഏറ്റവും ഊർജം കുറവ്. അതിൻ്റെ അർത്ഥം ഇലക്ട്രോൺ ആദ്യം ഫില്ല് ചെയ്യുന്നത് 1s-ലായിരിക്കും. 1s-ൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ സബ്ഷെല്ലുകളിലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം. s-ൽ 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് 1s-ൽ മാക്സിമം s-ൽ 2 കൊള്ളുള്ളൂ. 1s നിറഞ്ഞാൽ 2s, പിന്നെ 2p, 3s. ഈ രീതിയിലാണ് സാധാരണ ഇലക്ട്രോൺ ക്രമീകരണം. ചില ഭാഗങ്ങളിൽ മാത്രം ചെറിയ വ്യത്യാസമുണ്ടാകും. അത് നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി പഠിക്കുമ്പോൾ അത് ക്ലിയറായി വരും. ഈ രൂപത്തിൽ ചില സബ്ഷെല്ലുകളുടെ സ്ഥാനത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ പൊസിഷൻ്റെ പ്രത്യേകത കാരണം തൊട്ടപ്പുറത്തുള്ള സബ്ഷെല്ലുകളെക്കാൾ ഊർജത്തിൽ ചില വേരിയേഷൻ, ചില വ്യത്യാസമുള്ളത് കൊണ്ട് അവിടെ വരുമ്പോൾ മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. അത് നമുക്ക് ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന രീതി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിച്ചാലും മതി. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോണുകൾ, ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ നിറയുന്ന രൂപം എഴുതുകയാണെങ്കിൽ ആദ്യം ഇലക്ട്രോൺ പോകുന്നത് 1s-ലേക്കാണ്. 1s ആണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ദ ലോവസ്റ്റ് എനർജി. അതിനാണ് ഏറ്റവും ഊർജം കുറവ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എനർജി കുറഞ്ഞതിൽ നിന്ന് എനർജി കൂടിയതിലേക്കാണ്. അങ്ങനെ വരുമ്പോൾ 1s-നാണ് ഏറ്റവും എനർജി കുറവ്. അതുകൊണ്ട് ഇലക്ട്രോൺ ആദ്യമായി ഗോസ് ഫസ്റ്റ് ഇൻ ദി ഫസ്റ്റ് 1s, ഒന്നാമത്തെ ഷെല്ലിൻ്റെ സബ്ഷെല്ലിലേക്ക് ഇലക്ട്രോൺ പോകുന്നത്. അത് നിറഞ്ഞു കഴിഞ്ഞാൽ 1s-നേക്കാൾ ഊർജം കൂടുതലാണ് 2s. അതുകൊണ്ട് പിന്നീട് ഇലക്ട്രോൺ പോകുന്നത് 2s-ലേക്കായിരിക്കും. 2s ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇലക്ട്രോൺ അഗെയിൻ ഗോസ് ടു 2p, രണ്ടാമത്തെ ഷെല്ലിൽ തന്നെ 2p. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ ഊർജം കുറച്ച് കൂടുതലുള്ള 3s-ലേക്കാണ്. 3s നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇലക്ട്രോൺ പോകുന്നത് 3p-ലേക്കാണ്. ഇനിയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 3p എന്ന് പറയുന്ന സബ്ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ 3d സബ്ഷെല്ല് കിടക്കുന്നുണ്ട്. പക്ഷേ ആ 3d സബ്ഷെല്ലിൻ്റെ ചില പ്രത്യേകത കാരണം, ഈ സബ്ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന, അതിൻ്റെ ഓറിയന്റേഷൻ എന്നൊക്കെ പറയുക, അതിലുള്ള വ്യത്യാസം കാരണം ഈ 3d സബ്ഷെല്ലിന് 4s സബ്ഷെല്ലിനേക്കാൾ അല്പം ഊർജം കൂടുതലാണ്, കുറഞ്ഞ ഊർജം കൂടുതലാണ്. അതുകൊണ്ട് 3p എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്താൽ, കംപ്ലീറ്റ് ആയാൽ, പിന്നെ ഇലക്ട്രോൺ പോകുന്നത് 4s-ലേക്കാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദ പൊസിഷൻ ഓഫ് 3d ഈസ് ജസ്റ്റ് ബിഹൈൻഡ് 4s. അത് അതായത് സ്ഥാനം നോക്കുമ്പോൾ 4s എന്താണ്? ഈ 4 നാലാമത്തെ ഷെല്ലാണിത്. അപ്പം നാലാമത്തെ ഷെല്ലിൻ്റെ ഉള്ളിൽ തന്നെയാണ് മൂന്നാമത്തെ ഷെല്ല്. അതുകൊണ്ട് ദ പൊസിഷൻ ഓഫ് 3d ഈസ് ജസ്റ്റ് ബിഫോർ ദി 4s മുമ്പിലാണ്. പക്ഷേ ഊർജത്തിൽ ഈ 3d എന്ന് പറയുന്ന സബ്ഷെല്ലിന് 4s എന്ന് പറയുന്ന സബ്ഷെല്ലിനേക്കാൾ കുറച്ച് കൂടുതലായതുകൊണ്ട് 3p നിറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ ഫില്ലിംഗ് 3p സബ്ഷെൽ, 3p എന്ന് പറയുന്ന സബ്ഷെല്ല് നിറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇലക്ട്രോൺ ഗോസ് ടു 4s സബ്ഷെൽ. 4s-ലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. 4s നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇലക്ട്രോൺ തിരിച്ച് 3d-ലേക്ക് വരും. ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഞാൻ അതിൻ്റെ ക്രമം അപ്പം പറയാം. അപ്പം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലാണ് ഇലക്ട്രോൺ നിറയുന്നത് എന്നാണ്. അപ്പം ഇവിടെ മാത്രം ഒന്ന് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഇത് ഇവിടെയും വരുന്നുണ്ട്. ഇപ്പം തൽക്കാലം ഞാൻ ഇതുവരെ പറയുന്നുള്ളൂ, 4s വരെ. അപ്പോൾ 1s ഇതൊക്കെ അതേ ഓർഡറിൽ തന്നെ, 1s, 2s, 2p, 3s, 3p. 3p കഴിഞ്ഞാൽ there is another subshell here, 3d, but instead of filling electron into 3d subshell, ആ 3d subshell-ലെ ഇലക്ട്രോൺ പോകുന്നതിന് പകരം ഇലക്ട്രോൺ p നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 4s എന്ന് പറയുന്ന സബ്ഷെല്ലിൽ പോയി അത് നിറഞ്ഞിട്ട് ശേഷം മാത്രമേ 3d-യിലേക്ക് ഇലക്ട്രോൺ വരുള്ളൂ. ഈ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് ഇലക്ട്രോൺ വിന്യാസം ഓരോ ആറ്റത്തിൻ്റെ എഴുതുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും.
ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ സബ്ഷെല്ലുകളുടെ ഒരു ചെറിയൊരു വിശദീകരണം. എന്താണ് സബ്ഷെല്ല്, ആ സബ്ഷെല്ലുകളുടെ പേരുകൾ എങ്ങനെയാണ്, ഓരോ ഷെല്ലിന് എത്ര സബ്ഷെല്ലുകളുണ്ട്, ഇതൊക്കെയാണ് ഇപ്പം ഇന്ന് പഠിപ്പിച്ചത്. അപ്പോൾ നമുക്കിന്ന് വരാവുന്ന ചോദ്യങ്ങൾ, 1-2 ചോദ്യങ്ങൾ ഞാനിവിടെ പറയാം. അപ്പം എന്തൊക്കെ ഇവിടുന്ന് വരാം? ഒന്ന്, ഒരാറ്റത്തിൽ ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഊർജം കൂടി വരുന്നത്. സോ വിച്ച് ഷെൽ ഹാസ് മാക്സിമം എനർജി? ഏത് ഷെല്ലിലായിരിക്കും മാക്സിമം എനർജി? അങ്ങനെ ഒരു ചോദ്യം വരും. അപ്പോൾ നമുക്ക് K-L-M അങ്ങനെയല്ല പറയുന്നത്. ഏത് ഷെല്ലിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഏറ്റവും ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണോ ആ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്കായിരിക്കും മാക്സിമം എനർജി. ആൻഡ് നെക്സ്റ്റ് ഒരു സാധ്യതയുള്ളത്, വെൻ ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ഫ്രം ദ ന്യൂക്ലിയസ് വാട്ട് ഹാപ്പൻസ് ടു ദി എനർജി ഓഫ് ഇലക്ട്രോൺസ്? ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടി വരുമ്പോൾ ഇലക്ട്രോണിൻ്റെ ഊർജ്ജത്തിന് എന്താണ് സംഭവിക്കുക? നിങ്ങളൊന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. അനദർ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ആർ ദ മെയിൻ സബ്ഷെൽസ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സബ്ഷെല്ലുകൾ? അതും നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുക. അനദർ ക്വസ്റ്റ്യൻ ഈസ്, നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ചതാണ്, വിച്ച് സബ്ഷെൽ ഈസ് പ്രസന്റ്? ഏത് സബ്ഷെല്ലാണ് എല്ലാ ഷെല്ലിലും ഉള്ളത്? വിച്ച് സബ്ഷെൽ ഈസ് പ്രസന്റ് ഇൻ ദി ഓൾ ദി ഷെൽസ്? എല്ലാ ഷെല്ലുകളിലും കാണുന്ന ഒരു സബ്ഷെല്ല് ഏതാണ്? ചോദ്യം വരാം. അതുപോലെ ഓരോ സബ്ഷെല്ലുകളിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ വരാറുള്ളത്. അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ചില ഇനി വരാവുന്ന ചോദ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് അടുത്ത ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി തുടങ്ങിയതിന് ശേഷം നമുക്ക് പഠിക്കാം. അപ്പം ഇത്രയും ഈ പാഠഭാഗം ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി പറയുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഓരോ ആറ്റത്തിൻ്റെയും ഓരോ എലമെൻറ്റുകൾ വെച്ചിട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി പരിശീലിക്കാം. അപ്പോൾ അതുവരെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും പഠിക്കുക എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.